എല്ലാവർക്കും അയാം ഇൻക്വിസിറ്റീവ് മലയാളത്തിൻ്റെ പുതിയ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കമൽ. അപ്പോൾ നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലെ ഫോണായ പോക്കോ X2 ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതേ തുടർന്നുള്ള ഒരു റിവ്യൂ ഉണ്ട്, റിവ്യൂവും കൂടി കാണാം. റിവ്യൂവിൽ നമ്മളിപ്പം പറയാൻ പോകുന്നത് പബ്ജിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്, ഗെയിമിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. മാക്സിമം പെർഫോമൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നോക്കാം. പോക്കോ X2 വന്നിരിക്കുന്ന പാക്കേജ് അല്ലെങ്കിൽ ബോക്സ് നോക്കുകയാണെങ്കിൽ നല്ല പാക്കേജാണ് കൊടുത്തിരിക്കുന്നത്. പാക്കേജിൻ്റെ പുറകുവശത്ത് തന്നെ നമുക്ക് 4 പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ, അതേപോലെ 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പ്, സ്നാപ്ഡ്രാഗൺ 730Gയുടെ പ്രൊസസ്സർ, 4500 mAhൻ്റെ ബാറ്ററി. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്തപ്പം തന്നെ നമുക്ക് യെല്ലോ ബോക്സ് കാണാം. യെല്ലോ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു വാറണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വിക്കിപീഡിയ എന്നൊക്കെ പറയുന്ന ഐറ്റം, പിന്നെ TPU കേസ് ഉണ്ട്, അതേപോലെ നമ്മളെ സിം ഇജക്ടർ പിന്നുണ്ട്. TPU കേസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓടിച്ചും മറിച്ചും തിരിച്ചൊക്കെ നോക്കുമ്പം നല്ലൊരു ക്വാളിറ്റി TPU കേസൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ പോക്കോ X2നെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2 ഏതൊക്കെ വേരിയൻറ്റിലാണ് ഉള്ളതെന്ന് വെച്ചാൽ 3 കളർ വേരിയൻറ്റിലാണ് ഉള്ളത്. അറ്റ്ലാന്റിസ് ബ്ലൂ, മെട്രിക്സ് പർപ്പിൾ, ഫിയോണിക്സ് റെഡ്. ഞാൻ എടുത്തിരിക്കുന്നത് അറ്റ്ലാന്റിസ് ബ്ലൂ കളറിലുള്ളതാണ്. അപ്പം ആ കളർ വേരിയൻറ്റിൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പം ഏതൊക്കെ റാം വേരിയൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. 6GB 64GBയുടെ വേരിയൻ്റ് ഉണ്ട്, 6GB 128GBയുടെ വേരിയൻ്റ് ഉണ്ട്, 8GB 256GBയുടെ വേരിയൻറ്റും ഉണ്ട്. പിന്നെയുള്ളത് ചാർജറാണ്. ചാർജർ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടാണ് ചാർജർ കാണാൻ കഴിയുന്നത്. അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. 27 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണ് ഉള്ളത്. അപ്പം തടി എന്തായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോണിൻ്റെ താഴെ തന്നെ സ്പീക്കർ കാണാം, അതേപോലെ C-ടൈപ്പിൻ്റെ ചാർജിങ് പോർട്ട്, 3.5mm ജാക്ക്, സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്, വോളിയം ബട്ടൺസും ഉണ്ട്. പിന്നെ മുന്നിൽ തന്നെയാണ് IR സെൻസർ ഉള്ളത്. പോക്കോയുടെ കാര്യത്തിൽ IR സെൻസർ മസ്റ്റാണ്. സിം ഇജക്ടർ പിന്ന് ഉപയോഗിച്ച് ഹൈബ്രിഡ് സിം സ്ലോട്ട് എടുക്കുമ്പം 2 നാനോ സിം ഒരേ സമയം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു നാനോ സിമ്മും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ സെറ്റപ്പ് 4 ക്യാമറ നല്ല അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് തള്ളി നിൽക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഫുൾ HD ഡിസ്പ്ലേ ആണ്. അവർക്ക് LED ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു, അതിന് പകരം IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വലിയ പ്രശ്നമല്ല. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറ 64 MB പ്രൈമറി ക്യാമറയും 2 MB മാക്രോ ക്യാമറയും 8 MB വൈഡ് ആംഗിളും 2 MB ഡെപ്ത് ക്യാമറയാണ് ഉള്ളത്. വീഡിയോ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ സെറ്റിങ്സിൽ ഏതൊക്കെ മോഡാണുള്ളതെന്ന് വെച്ചാൽ 720p 30 FPS എടുക്കുന്നതും 1080p 30 FPS എടുക്കുന്നതും 1080p 60 FPS എടുക്കുന്നതും പിന്നെ 4K റെക്കോർഡിങ്ങും ഉണ്ട് വീഡിയോയിൽ. പിന്നെ നമ്മൾ പ്രോ മോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഫോക്കസ് സ്പീക്കിങ്ങും മറ്റൊക്കെ കാണാൻ പറ്റും. അതായത് ഫോക്കസ് എവിടെയൊക്കെയാണ് ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ പറ്റും, റെഡ് കളറിൽ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് എക്സ്പോഷറാണ്. എക്സ്പോഷർ എവിടെയൊക്കെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് പിന്നെ അതിൽ കാണാൻ പറ്റും, ഒരു നീല കളറിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ക്യാമറയുടെ സെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ സോണിയുടെ IMX686ൻ്റെ 64 MB ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാക്രോ ഉണ്ട്, വൈഡ് ആംഗിൾ ഉണ്ട്, അൾട്രാ വൈഡ് അതൊക്കെ ഉണ്ട്. പിന്നെ പ്രോ മോഡിലുള്ള കാര്യങ്ങളൊക്കെ ISOയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോട്ടോയിൽ പോർട്രേറ്റ് ഉണ്ട്, പോർട്രേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഇത് തന്നെയാണ്. നമുക്ക് സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. ക്യാമറ മുന്നിൽ 20 MBയുടെയും 2 MBയുടെയും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് മുന്നിലുള്ളത്. ബാക്കി നൈറ്റ് മോഡ് 64 MBയുടെ ക്യാമറ, പിന്നെ വ്ളോഗ് മോഡ് ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്, വൈഡ് ആംഗിളിലുള്ള ഫോട്ടോസാണത്. പിന്നെ 64 MBയുടെ ഫോട്ടോ ആണ്. അങ്ങനെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട്, ക്യാമറ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട്. മാക്രോ ഞാൻ എടുത്ത രീതി ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇച്ചിരി ബ്ലറായതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. നല്ല ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. പോർട്രേറ്റ് മോഡിൽ നമ്മളിപ്പം ഷോൾഡറിൻ്റെ എഡ്ജൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് അത്ര കട്ടിങ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല. പോക്കോ X2ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് HD-യിലും ഹൈയിലും മാത്രമാണ് ഇട്ട് കളിക്കാൻ പറ്റും. ഇപ്പം HDR-ഉം അൾട്രാ HDയും കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മളെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 730Gയുടെ
8 നാനോമീറ്ററിൻ്റെ ഹൈ പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറാണ്. വിത്ത് ലിക്വിഡ് കൂൾ ടെക്നോളജിയാണുള്ളത്. അപ്പം ഹീറ്റിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. ഞാൻ കളിച്ച് നോക്കിയതാണ് കുറേ ഇതായിട്ട്. അപ്പം ഹീറ്റിംഗ് ഒന്നും കാര്യമായിട്ടില്ല. പിന്നെ ഫ്രെയിം ഡ്രോപ്പ് കാണാൻ ഫസ്റ്റ് തന്നെ, അതെന്താണെന്നറിയില്ല. ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. നമുക്ക് കാര്യമായിട്ട് 8GB 256 ആകുമ്പം നമുക്ക് ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഇല്ലാണ്ട് വരേണ്ടതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം SOT എന്ന് പറയുന്നത് സ്ക്രീൻ ഓൺ ടൈം പറയുന്നത് 5.25 മണിക്കൂർ കിട്ടിയിട്ടുണ്ട് സ്ക്രീൻ ഓൺ ടൈം. അതേപോലെ നമ്മൾ ചാർജിങ്ങിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 3% തൊട്ട് 50% വരെ 35 മിനിറ്റിനുള്ളിൽ ചാർജ് ആവുന്നുണ്ട്. ബാക്കി 50% തൊട്ട് 90% വരെയാണെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റും എടുത്തിട്ടാണ് ചാർജ് ആവുന്നത്. അതേപോലെ 90-ന്ന് 100 ആകുമ്പോൾ 20 മിനിറ്റ് പിന്നെ എടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ ഏകദേശം 2.5 മണിക്കൂർ 2.25 മണിക്കൂർ നമ്മൾ ചാർജിങ്ങിന് തന്നെ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഏകദേശം അഡ്രിനോൻ്റെ 618-ൻ്റെ GPU ആണുള്ളത്. അതേപോലെ ഒക്ടോ കോർ പ്രൊസസ്സറാണ്. പ്രൈമറി ക്ലോക്ക് സ്പീഡ് 2.2 GHz ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മുന്നിലും ബേക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൽ. ക്യാമറയുടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, റോ ക്യാപ്ചർ ഉണ്ട് നമുക്ക് ഇതിൽ. അതായത് നമ്മളിപ്പോൾ DSLR എടുക്കുന്ന പോലെ റോ ക്യാപ്ചർ ഇതിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ POCO X2ൻ്റെ ആകെ വെയിറ്റ് എന്ന് പറയുന്നത് 208 ഗ്രാമാണ്. പിന്നെ ഒരു പോരായ്മ എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമുക്ക് ഒറ്റ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. വൺ ഹാൻഡിന് പറ്റിയ ഫോണല്ല. 2 കൈ കൊണ്ടും പിടിച്ചാലേ നമുക്ക് നോർമൽ യൂസേജ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നിയ കാര്യമാണ്. ചിലപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കാം, അറിയില്ല. എന്നാലും 2 ഹാൻഡ് കൊണ്ട്. അതേപോലെ നമുക്ക് ഗെയിമിങ് കളിക്കുമ്പം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർ താഴെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഗെയിമിങ് കളിക്കുമ്പം കൈയിനെ കൊണ്ട് തട്ടിയിട്ട് ചിലപ്പം എന്താ പറയുക, ഔട്ട്പുട്ട് വരാത്ത രീതിയുണ്ട്. അതേപോലെ ഫിലിം കാണുകയാണെങ്കിലും ആ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മെയിനായിട്ട് ചാർജിങ്ങിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതോ എനിക്ക് മാത്രം ഫീൽ ചെയ്താണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു ഗിവ് അവേ ഉണ്ട്. ഗിവ് അവേയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിയാലാണ് ഗിവ് അവേ ഉള്ളത്. അപ്പം അതും ചെയ്യുക, മറക്കാതെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ കമൽ സൈനിങ് ഓഫ്.